10 വർഷത്തോളമായി എൻ്റെ സ്ഥലത്തിന് തരം മാറ്റി ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പലരെയും കാണും, കലക്ടറെ കാണും, കലക്ടറുടെ PA കാണും, മന്ത്രിയെ കാണും, മന്ത്രിയുടെ PA കാണും, എല്ലാവരെയും കണ്ടാലും ആരും ഒന്നും പറയുകയില്ല. അങ്ങനെ ഞാനിത് ഉടമ്പടിയിൽ വെച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. ആദ്യത്തെ 90 ദിവസം അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എനിക്ക് 6 എന്ന അക്കം എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിൽ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈഫ് എന്നോട് പറയുകയാണ്, നമുക്ക് കലക്ടറെ കാണാൻ പോയാലോ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ കലക്ടറെ കാണാൻ വേണ്ടി ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്തു. കലക്ടറുടെ ഓഫീസിൽ ചെന്നു. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ കലക്ടറെ കണ്ടു. കലക്ടർ പറഞ്ഞു, ഇത് ഞാൻ ഒക്ടോബർ 6-ാം തീയതി ഞാനിത് സൈൻ ചെയ്ത് തഹസീൽദാറുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ തഹസീൽദാരെ പോയി കണ്ടു. തഹസീൽദാർ 16-ാം തീയതി ഇത് ഞാൻ ഒപ്പുവെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് വീണ്ടും വന്ന് വില്ലേജ് ഓഫീസറെ പോയി കണ്ടപ്പോൾ വില്ലേജ് ഓഫീസർ എന്നോട് പറഞ്ഞു, 26-ാം തീയതി വില്ലേജ് ഓഫീസർ എനിക്ക് ഇത് സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു. അങ്ങനെ 6 എന്നുള്ള അമ്മയുടെ മഹത്വപൂർണ്ണമായ നമ്പർ എനിക്ക് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അവിടെ ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് ഇവിടുന്ന് വെഞ്ചരിച്ച കാശുരൂപം കൊണ്ടുപോയിരുന്നു. അത് ഞാൻ വീടിൻ്റെ സ്ഥലത്തിൻ്റെ 4 മൂലയിലും കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ ഫലമായിട്ടാണ് 6 എന്ന അക്കത്തിലൂടെ എന്നെ മാതാവ് ശക്തമായ രീതിയിൽ അനുഗ്രഹിച്ചത്. ഇപ്പോൾ അതിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളെല്ലാം അതിന് ശേഷം അവിടെയെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മാതാവ്. എൻ്റെ ബാലൻസായിട്ട് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ വലിയ സാക്ഷ്യം എന്നുള്ളത്.